കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 5th സെമസ്റ്റർ എക്സാം ആപ്ലിക്കേഷൻ ഡേറ്റ് പബ്ലിഷ് ചെയ്തു. നവംബർ മാസത്തിലാണ് നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബർ 13th എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഏകദേശം ഒരു 90 ദിവസമാണ് ഉണ്ടാകാൻ സാധ്യത. അതിലൊരു 10 ദിവസം നമ്മൾ ഓണം വെക്കേഷനൊക്കെ ആയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു ക്വാളിറ്റി ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 80 ദിവസം നമ്മുടെ കയ്യിൽ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഈ 80 ഡേയ്സിനെ എങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിച്ച് ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും? കുട്ടികളെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1 എപ്പോഴും പറയുന്നത് ഇപ്പൊ പഠിച്ചു, എക്സാമിന്റെ സമയത്ത് മറന്നുപോകുന്നു. മനുഷ്യന്മാരാണ്, മറന്നുപോകും. എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും? കുറച്ച് സമയം കൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിച്ച് ഹൈ മാർക്സിലോട്ട് എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും? ദെൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം 5th സെമസ്റ്ററിന്റെ പ്രത്യേകത നമുക്കറിയാം. നമുക്ക് 6 പേപ്പേഴ്സ് ഈ സെമസ്റ്ററിൽ പഠിക്കാനുണ്ട്. അതുമാത്രമല്ല 3 പ്രോബ്ലം പേപ്പേഴ്സ്, ദെൻ ഓപ്പൺ കോഴ്സ് ഒരെണ്ണമുണ്ട്. ദെൻ റെഗുലർ സ്റ്റുഡൻസിന്റെ കേസിലോട്ട് പോകുമ്പോൾ അവിടെ പ്രൊജക്റ്റ് കൂടി ഇതിന്റെ കൂടെ മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ലൊരു സ്റ്റഡി പ്ലാൻ കൂടിയേ തീരൂ. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും ബെസ്റ്റ് ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇൻക്ലൂഡ് ചെയ്തല്ലേ. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിനെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. ബികോം 5th സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള ഇൻകം ടാക്സ്, അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇത് 3ന്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇൻകം ടാക്സിന്റെ ലൈവ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. BBA സ്റ്റുഡൻസിന്റെ ഇൻകം ടാക്സും അവൈലബിൾ ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 90 ഡേയ്സ് ആണെന്നാണ്. 90 ഡേയ്സ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ഇതിലൊരു 10 ദിവസം നമ്മൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓണം വെക്കേഷൻ ഇതൊക്കെ ആയിട്ട് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 80 ഡേയ്സ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതിനെ എങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിക്കാം, ഇതാണ് നമ്മുടെ ഫോക്കസ്. അപ്പോൾ നമ്മളിപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, റിവിഷനാണ് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടേ. ഒരു കാര്യം ഒരു വ്യക്തി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മറന്നുപോകും. സോ അതിനെ എപ്പോഴും മനസ്സിലോട്ട് തങ്ങി നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് പ്രാക്ടീസ് ആണ് ഫോളോ ചെയ്യേണ്ടത്? ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള എൻ്റെ പല വീഡിയോസിലും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അറ്റ് പ്രസന്റ് നമ്മൾ ഈ 80 ഡേയ്സിൽ 70 ഡേയ്സ് എന്ന് പറയുന്നത് ഈ 6 പേപ്പേഴ്സിനും കൂടി നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരു 10 ഡേയ്സ് നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. 10 ഡേയ്സ് റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ളൊരു അലോക്കേഷൻ ഉദ്ദേശിക്കുന്നത് 80 ദിവസത്തിൽ. ഓക്കെ, ദെൻ ഈ 70 ഡേയ്സിൽ ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും നമ്മൾ പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പ്രോബ്ലം പേപ്പർ പഠിക്കുമ്പോൾ നമ്മൾ ഏത് സമയത്ത് പഠിച്ചാലും നമുക്ക് തലയിലേക്കൊക്കെ കയറാം. ബട്ട് കോമൺ ആയിട്ട് ചില സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം പേപ്പർ ചില സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ ക്വിക്കായിട്ട് തലയിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. തിയറി പേപ്പേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ് പഠിക്കാൻ? ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് ടൈം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ പഠിക്കാൻ സാധിക്കും. എന്നാലും നിങ്ങൾക്ക് ഒരു നല്ലൊരു സജഷനാണ് ആദ്യം നൽകാനുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്പർ 1, ഒരു കാരണവശാലും ഒരു സബ്ജക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. നമുക്ക് ബോറ് ആവുന്നുള്ളതാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കാരണവശാലും ഒരു പേപ്പർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് ഓരോ പേപ്പറിനും അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ദിവസം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ തരുന്നുണ്ട്. അതൊരു കാരണവശാലും ഒരു പേപ്പർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതാണ് ആദ്യം പറയാനുള്ളത്. സോ ഇവിടെ ഞാൻ പറഞ്ഞു 3 പ്രോബ്ലം പേപ്പേഴ്സ് നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. 3 പ്രോബ്ലം പേപ്പേഴ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിസ്സംശയം പറയാം, ഇൻകം ടാക്സ്, ലോ ആൻഡ് അക്കൗണ്ട്സ്, ദെൻ 2ാമത് അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റ്, പിന്നെ 3ാമത് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ FM പേപ്പറാണ്.
ബാക്കി രണ്ടും ബിസിനസ് റിസർച്ച് മെത്തേഡും പിന്നെ ഇവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് വരുന്നുണ്ട്, പിന്നെ ഓപ്പൺ കോഴ്സ്. ഇത് മൂന്നും തിയറിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ 70 ഡേയ്സിൽ പ്രോബ്ലം പേപ്പേഴ്സിന് നിങ്ങൾ 15 ഡേയ്സ് നിർബന്ധമായും മാറ്റിവെക്കണം. ഒരു 15 ദിവസം നിങ്ങൾ നിർബന്ധമായും പ്രോബ്ലം പേപ്പേഴ്സിന് മാറ്റിവെക്കണം. അപ്പോൾ 15 ഡേയ്സ് ഇൻറ്റു 3 അങ്ങനെ 45 ഡേയ്സ് നമ്മൾ പ്രോബ്ലം പേപ്പേഴ്സിന് വേണ്ടിയിട്ട് നിർബന്ധമായും മാറ്റിവെക്കുക. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് സമയം എടുത്ത് പഠിക്കേണ്ടത് പ്രോബ്ലം പേപ്പേഴ്സ് തന്നെയാണ്. പിന്നെ ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിനി നമ്മുടെ കോഴ്സ് ഈ വർഷം കഴിയണതാ, അടുത്ത വർഷത്തിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. അപ്പോൾ പ്രോബ്ലം പേപ്പേഴ്സിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു സബ്ജക്റ്റിന് 15 ദിവസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ടൊരു പേപ്പർ പഠിക്കുന്ന പരിപാടിയല്ല. ഓക്കെ, ഒരു ദിവസം തന്നെ ഒരു പേപ്പർ നമ്മൾ 2 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു പേപ്പറിലോട്ട് നിങ്ങൾ നിർബന്ധമായി മാറിയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ വെറുത്തു പോകും. ഇനി തിയറി പേപ്പേഴ്സിനാണെങ്കിൽ നമ്മൾ എന്താണ് ബിസിനസ് റിസർച്ച് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് ഉണ്ട്. തിയറി പേപ്പേഴ്സിന് ഒരു 10 ഡേയ്സ് വെച്ചിട്ട് മാറ്റാം. 10 ഡേയ്സ്. സോ അങ്ങനെ നമ്മൾ 45 പ്ലസ് എന്താണ് 10 + 10 അങ്ങനെ 65 ദിവസം കോർ പേപ്പേഴ്സിനാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. ഓപ്പൺ കോഴ്സിന് ഒരു 5 ഡേയ്സ് ഈസ് ഇനഫ് ഫോർ കംപ്ലീറ്റിംഗ് ഓപ്പൺ കോഴ്സ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ 70 ഡേയ്സ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം പേപ്പേഴ്സ് 3 കൂടിയിട്ടൊരു 45 ദിവസവും, ദെൻ തിയറി പേപ്പേഴ്സിന് 45 ഡേയ്സ് നമ്മൾ പ്രോബ്ലം പേപ്പേഴ്സിനും, ദെൻ തിയറി പേപ്പേഴ്സ് 2 കോർ പേപ്പേഴ്സിന് 10 അങ്ങനെ 20 ഡേയ്സും, ദെൻ 5 ഡേയ്സ് നമ്മൾ ഓപ്പൺ കോഴ്സിനും, അങ്ങനെ ടോട്ടൽ 70 ഡേയ്സ് നിങ്ങൾ അലോക്കേറ്റ് ചെയ്യാം. ദെൻ ഈ എന്താണ് 6 പേപ്പറും 70 ദിവസം 70 ഡേയ്സിനുള്ളിൽ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ പിന്നെ ബാലൻസ് വരുന്ന ലാസ്റ്റ് 10 ഡേയ്സ് നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് മാത്രം അലോക്കേറ്റ് ചെയ്യുക. റിവിഷൻ, വേറെ ഒന്നും ചെയ്യരുത്, റിവിഷൻ മാത്രം. ഇങ്ങനെ 80 ഡേയ്സിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഇനി ഇത് പഠിക്കേണ്ട രീതിയിലോട്ടാണ് നമ്മൾ നെക്സ്റ്റ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു ഓരോ സബ്ജക്റ്റ് പഠിക്കുന്നതിനും, പ്രോബ്ലം ആവട്ടെ തിയറി ആവട്ടെ, പഠിക്കുന്നതിന് ഒരു ടൈം വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അതിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൊരു കാര്യം, കുറച്ച് സമയം കൊണ്ട് തന്നെ റിവിഷൻ എന്ന് പറയുന്നത് എങ്ങനെ നടത്തി എടുക്കാൻ സാധിക്കും, ഇതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിലെ പ്രോബ്ലം പേപ്പേഴ്സ് നിങ്ങൾ രാത്രി, ഇതിനേക്കാൾ മുമ്പ് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, രാത്രി ഒരു 7 മണിയോ 7:30 ആ ഒരു ടൈമിൽ നിങ്ങൾ പഠനം ആരംഭിക്കുക. 7:30 PM ഒരു 10:30 PM ഒക്കെ വരെ ഒരു 2.5 മണിക്കൂറോ 3 മണിക്കൂറോ ഇൻകം ടാക്സോ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റോ ആ ഒരു സമയത്ത് പഠിക്കുക. ആ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്താ, കുറച്ചും കൂടി അല്ലേ ഒരു കാം ടൈം ആയിരിക്കും, അല്ലാണ്ട് ഓളിമ്പാളൊന്നും ഉണ്ടാവില്ല. ദെൻ ഈ പഠിച്ച കാര്യങ്ങൾ പിറ്റേ ദിവസം മോർണിംഗിൽ എണീറ്റ് ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ ചെയ്ത പ്രോബ്ലംസോ അതിൻ്റെ കൺസെപ്റ്റുകളോ മറ്റു കാര്യങ്ങളോ മോർണിംഗ് എണീറ്റ് ഒരു ഹാഫ് ആൻ അവർ, ഒരു അരമണിക്കൂർ വരെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ പ്രോബ്ലം പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ അപ്രോച്ച് ഫോളോ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ നടന്നത്, റിവിഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചത് വീണ്ടും നോക്കുമ്പോഴാണ് നമുക്കത് അല്ലേ റിവൈസ് ചെയ്തു എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ രാത്രി പഠിച്ച കാര്യം ഇത്ര മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം അവിടെ ഒരു ഗ്യാപ്പ് വന്ന് അതും നല്ല ഫ്രഷ് മൈൻഡിൽ എണീറ്റ് ആ സമയത്ത് പഠിക്കാനല്ല ഞാൻ പറയുന്നത്, കാലത്ത് നേരത്തെ എണീറ്റിട്ട് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എന്താണ് പറയുക, ഇന്നലെ നമ്മൾ ഇതൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഓർത്ത് നമ്മുടെ നിൽക്കും. ഈ കാലത്ത് എണീറ്റ് നമ്മളിങ്ങനെ റിവൈസ് ചെയ്തില്ലേ, ഇതായിരിക്കും പിന്നെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ആ ദിവസം, അല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ചിലപ്പോൾ ബ്രഷ് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇനി ഫുഡ് കഴിക്കുമ്പോഴോ നിങ്ങളുടെ മൈൻഡിൽ ഒക്കെ നിങ്ങൾ ഈ കാലത്ത് എണീറ്റ് ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ ഓർത്ത് വെച്ച് അരമണിക്കൂറിൽ നോക്കി വെച്ച് ചിലപ്പോൾ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളറിയാതെ കണ്ട് തന്നെ അവിടെ റിവിഷൻ സംഭവിക്കും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. അറിയാണ്ട് പഠിച്ചു പോവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോൾ ഈ പോയിന്റ്സ്, കാരണം നമ്മൾ അരമണിക്കൂർ നോക്കിയിട്ടല്ലോ എണീറ്റിട്ട്, അതിനുശേഷം നമ്മൾ
ബ്രഷ് ചെയ്യുമ്പോൾ, കാരണം കാലത്ത് കണ്ടിട്ട് ആദ്യം കണ്ടത് ഇതാണേ, ബുക്കിന്റെ കാര്യങ്ങളാ. ഞാൻ എന്താണ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിരിക്കും ടെക്സ്റ്റ് ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് കിടക്കണ്ടാവും. കാലത്ത് എണീറ്റ് ആദ്യം നമ്മൾ ഈ പറയുന്ന പരിപാടി ചെയ്യാം. എന്നിട്ട് നമ്മൾ ബ്രഷ് ചെയ്യാനൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതായിരിക്കും, കുളിക്കാൻ പോകുമ്പോൾ ഇതായിരിക്കും, എന്ത് ചെയ്യാൻ പോകുമ്പോൾ ഇതായിരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ. പിന്നെ നമ്മൾ മെയിൻ ആക്ടിവിറ്റിയിലോട്ട് ചിലപ്പോൾ നമ്മൾ കോളേജിലേക്കോ ഒക്കെ പോകുമ്പോഴായിരിക്കും ഇതുണ്ടാവുക. എന്നാലും ഈ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴോ ഒക്കെ ഈ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാണ്ട് വരും എന്നുള്ളതാണ്. അത് കാരണം എന്താ, കാലത്ത് എണീറ്റിട്ട് നമ്മൾ എഫേർട്ട്ലെസ്ലി തലേദിവസം പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയിട്ടുള്ളൂ. നമ്മൾ എന്താ പറയുക, കുത്തിയിരുന്ന് അങ്ങനെ എഫേർട്ട് എടുത്തിട്ടുള്ളൊരു പരിപാടിയിലോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിലോട്ട് ഇത് അറിയാണ്ട് ഈ പേജസ് ഒക്കെ കടന്നു വരും. നമ്മൾ എന്താണ് പഠിച്ചു പോയ കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബുദ്ധിമുട്ടുള്ള പേപ്പേഴ്സ് ഈ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചാലും എന്താ ചിലപ്പോൾ ഉച്ചയായാലും നമ്മൾ രാത്രി പഠിച്ച പോയിന്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലോട്ട് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും ഇങ്ങനെ വരും എന്നുള്ളതാണ്. അത് അങ്ങനെ ഉണ്ട്, ഇതിലോട്ടൊരു താല്പര്യം ഉണ്ടെങ്കിൽ. ദെൻ തിയറി പേപ്പേഴ്സ് പഠിക്കുക, നിങ്ങൾ പകൽ പഠിക്കുക. കാരണം അത് എന്താണ് നമുക്കൊന്ന് ട്രൈ ചെയ്താൽ കിട്ടുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറിക്ക് പഠിക്കുമ്പോൾ പകൽ പഠിക്കാൻ പറയുന്ന ഒരു കാര്യം, ഈ പകല് എന്ത് പഠിക്കാനിരുന്നാലും ഡിസ്ട്രാക്ഷൻസ് ഒരുപാടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കാലത്ത് എണീറ്റിട്ട് ഈ പറയുന്ന ഒരു 3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ആ 3 മണിക്കൂറിൽ ചിലപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്വാളിറ്റി ടൈം കിട്ടുക. 3 hours ഇരുന്നാലും അതിൽ ചിലപ്പോൾ 1.5 hours ഒക്കെ ആയിരിക്കും ക്വാളിറ്റി ടൈം കിട്ടുക. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഉള്ള സമയമൊക്കെ നമ്മുടെ പോവും. രാത്രി നമ്മൾ ഈ 3 മണിക്കൂറോ 2.5 മണിക്കൂറോ ഇരുന്നുണ്ടെങ്കിൽ ആ 2.5 മണിക്കൂർ മുഴുവൻ ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ള സാധ്യത അവിടെ ഉണ്ട്, കാമൻ ക്വൈറ്റ് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമ്മൾ പകല് എത്രത്തോളം പഠിച്ചാലും അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഈ രീതിയിൽ പഠിക്കുകയായിരിക്കും. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം പേപ്പേഴ്സിനെയും തിയറിനെയും അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ദെൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർത്ത് വയ്ക്കുക, എഫേർട്ട്ലെസ്ലി ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഈ ഒരു രീതി ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതാണ് എൻ്റെ ഒരു വേ ഓഫ് സ്റ്റഡി എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു, പഠിക്കുമ്പോൾ ഒരു കാരണവശാലും അടുപ്പിച്ച് ഒരു പേപ്പറിൽ നിന്ന് പഠിക്കരുത്. ഇൻകം ടാക്സിൽ നിന്ന് പഠിച്ചു, നാളെ നിങ്ങൾ വേറൊരു പേപ്പറിലോട്ട് മാറണം, അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായും വെറുത്തു പോകും. അതെന്ത് കാര്യങ്ങൾ അങ്ങനെ 2 ദിവസം സാമ്പാർ അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സാമ്പാറിന് താല്പര്യം ഉണ്ടാവില്ല എന്ന് പറയണ പോലെ. ഓക്കെ, സോ ഇതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. ഇനി നെക്സ്റ്റ്, ഇതിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല, എത്ര പ്ലാൻ ചെയ്താലും. ഇപ്പം നമ്മളിങ്ങനെ വെച്ചു, അതിനുശേഷം ഒരു 5 ദിവസം 6 ദിവസമായിട്ട് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല, നോ പ്രോബ്ലം. നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല, നടക്കാനുള്ള സാധ്യതയും ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു 10 ദിവസം പഠിച്ചിട്ടും അങ്ങോട്ട് എത്തുന്നില്ല. അതങ്ങനെ തന്നെയാണ്, നമ്മൾ ആദ്യം ഇറങ്ങുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ബട്ട് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നിങ്ങൾ 10 ദിവസം കൊണ്ട് ചിലപ്പോൾ ഒരു ചാപ്റ്ററാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും പഠിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എന്താ ഇത് ക്വിക്കായി അവസാനിപ്പിക്കും. കാരണം നിങ്ങൾ ആ റൂട്ടിലൂടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഏത് സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ 5-10 ദിവസമൊക്കെ ആവുമ്പോൾ ഒന്നും ആയില്ല, ഈ വെച്ച പ്ലാൻ ഒന്നും നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് പുറകോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോവുക. ആദ്യം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ 3 ദിവസം എടുത്തിട്ടാണ് കുറച്ച് വായിച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ അത് ക്വിക്കായി നമ്മുടെ കയ്യിലോട്ട് എത്തിച്ചേരുന്നുള്ളതാണ്. ഇതാണ് സ്റ്റഡി പ്ലാനൊക്കെ വെച്ച് പഠിക്കുമ്പോൾ എപ്പോഴും കുട്ടികളുടെ മനസ്സിൽ വരുന്ന പ്രശ്നവും അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. അതായത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റൂട്ടിലോട്ട് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സൂചന. ഓക്കെ, ദെൻ ഈ 70 ദിവസം എത്തിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ആ 10 days റിവിഷന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക. ദെൻ പിന്നെ നമുക്ക് പല പേപ്പേഴ്സും കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം അതിനെ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്യും. നമുക്കിപ്പോൾ നല്ല പ്ലാൻ വെച്ച് പോവുകയാണെങ്കിൽ ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നുള്ളതാണ്. ഇതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. ഒരു ബുക്ക് എടുത്ത് ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചു പോരുത്. ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും സ്മാർട്ടായിട്ട് മാത്രം പഠിക്കുക.
ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പാരിറ്റോ അനാലിസിസ്. നമ്മുടെ ടോട്ടൽ വരുന്ന 100% മാർക്സ് ആണ് എങ്കിൽ ഇതിൽ നമ്മുടെ 80:20 റൂളാണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് വരുന്ന 80 മാർക്കും, മെജോറിറ്റി മാർക്കാണ് ഉദ്ദേശിക്കുന്നത്, 80 മാർക്കും ഒരു 20% ഏരിയയിൽ നിന്നായിരിക്കും. ബാക്കി 80% ഏരിയയിൽ നിന്ന് നമുക്ക് എന്താ 20 മാർക്സേ ലഭിക്കുള്ളൂ. എന്താണ് പറഞ്ഞത്? നമുക്ക് ലഭിക്കുന്ന 80 മാർക്കും ഈ 20% ഏരിയയിൽ നിന്ന് ആയിരിക്കും വരാം. ബാലൻസ് 20 മാർക്ക് വരുന്നത് 80% ഏരിയയിൽ നിന്നാണ്. അപ്പം നിങ്ങൾ ബുക്ക് എടുത്തിട്ട് ഈ 80% ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സാമിൽ പോയി എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയാ? 20 മാർക്ക്. ഒരു കുട്ടി 20% ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ 20% ഏരിയ മാത്രം കവർ ചെയ്ത് പോയി അവനെ 80 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മളെപ്പോഴും പറയുന്നത്, സ്മാർട്ടായിട്ട് പഠിക്കണം. ഈ 20% എവിടെയാണെന്നുള്ളത് നമുക്ക് പിക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കണം. എന്നിട്ട് നിങ്ങൾ പഠനം ആരംഭിക്കുക. പഠിക്കുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. ഓരോ സബ്ജക്റ്റിലും ആദ്യം പഠിക്കേണ്ട മൊഡ്യൂൾ ഏതാണ്, ഓരോ മൊഡ്യൂളിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം, ഇതിനൊക്കെ പറ്റിയിട്ടൊരു ധാരണ വേണം. അപ്പോൾ ഇതിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഓരോ സബ്ജക്റ്റിൽ ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ, ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ചാപ്റ്റർ, അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, എക്സാമിനേഷൻ ടിപ്സ്, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പ് ആദ്യം അറിയേണ്ടത് എന്താ? ഇൻകം ടാക്സിൽ എങ്ങനെ ആദ്യത്തെ ചാപ്റ്റർ എത്രത്തോളം പഠിക്കണം, ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സ് വരാൻ സാധ്യത, ഇതിനെ റിലേറ്റ് ചെയ്തുള്ള വീഡിയോസ് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ സ്മാർട്ടായിട്ട് മാത്രം പഠിക്കുക. നേരത്തെ പറഞ്ഞ പോലെ 5 മൊഡ്യൂളിൽ ചിലപ്പോൾ നിങ്ങൾ ബുക്ക് എടുത്തിട്ട് ആദ്യത്തെ ഒരു 2-2.5 മൊഡ്യൂൾ പഠിച്ച് അവസാനിപ്പിച്ചു. ആദ്യത്തെ 2 മൊഡ്യൂളിൽ നിന്നും എസ് ഒന്നും വരാത്ത മൊഡ്യൂൾസാ, ലാസ്റ്റ് മൊഡ്യൂൾസിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. എക്സാമിന് ചെന്നു, ഞാൻ പഠിപ്പന്നെയായിരുന്നു, പക്ഷേ മാർക്കൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ സ്മാർട്ട് സ്റ്റഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം എപ്പോഴും. ഇതാണ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടോട്ടൽ 80 ഡേയ്സ് വരാൻ പോകുന്ന 80 ദിവസത്തിന് നിങ്ങൾ 70 ദിവസം സബ്ജക്റ്റിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുക, 10 ദിവസം റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. പഠിക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട ഒരു വേ ഓഫ് സ്റ്റഡി ഞാൻ പറഞ്ഞു. പ്രോബ്ലം പേപ്പർ ആണെങ്കിലും തിയറി പേപ്പർ ആണെങ്കിലും എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫേസ് ചെയ്യാം. അതൊക്കെ ഇതിൻ്റെ ഭാഗം മാത്രമാണ്. ആദ്യം 5 ദിവസമാണ് പഠിക്കാൻ എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു ടോപ്പിക്ക്, പിന്നെ നിങ്ങൾ ചിലപ്പോൾ അത് ഒരു ദിവസം കൊണ്ടോ അര ദിവസം കൊണ്ടോ ഫ്യൂച്ചറിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ക്വിക്കായിട്ട് ചിലപ്പോൾ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും, നിങ്ങൾ ആ റൂട്ടിലോട്ട് എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ആ റൂട്ടിലോട്ട് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നു മാത്രം. സോ ഇതിനു വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ടിങ് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരും ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഓരോ പേപ്പറും എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ആദ്യം പഠിക്കേണ്ടത്, ഇതൊക്കെ 1 by 1 ആയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ കോച്ചിങ്ങിലൊക്കെ ഈ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ്. ഓരോ ചാപ്റ്റർ ആദ്യം എടുക്കുന്നതും രണ്ടാമത് എടുക്കുന്നതും ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.